അപ്പോൾ ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് സോയാബീൻ ഉണ്ടാക്കണതാണ് കാണിക്കാൻ പോകണം. അപ്പം നമ്മൾ ലേശം വെള്ളം ഒഴിക്കുക. ഞാൻ ചുടുവെള്ളം കേട്ടോ അവിടെ എടുത്തത്. ഇനി ആവശ്യത്തിനുള്ള സോയാബീൻ ഇടുക. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളത്തിലിട്ടാണ് ഇനി നല്ലോണം കുതിരാൻ വെക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്. ഇതിലത്തെ അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. പിന്നെ ഒന്ന് പൊന്തി ഇങ്ങനെ വരാനും. അപ്പോൾ ഗൈസ് കുറച്ച് ടൈമായി കഴിഞ്ഞാൽ നോക്കി നല്ല അങ്ങനെ പത അങ്ങനെ പൊന്തി വരും. അപ്പോൾ നല്ല അങ്ങനെ സോഫ്റ്റ് വേണ്ടാവും. ഇപ്പോൾ നല്ല ഹാർഡാണ്. സോയാബീൻ അവിടെ ആകുമ്പോഴത്തേന് നമ്മൾ ഇവിടെ ചായ അടിക്കാൻ നമ്മൾ നല്ല കോക്കനട്ട് ബണ്ണാണ്. നല്ല അടിപൊളി ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ ഉള്ള നല്ല ഇതാണ്, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ചായ അടിച്ചിട്ട് ഞാൻ നേരെ വരാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്താക്കണത് സാധനം സെറ്റ് ചെയ്യണത്, പക്ഷേ വെള്ളം കുറഞ്ഞു പോയി. വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ചുടുവെള്ളം ആയതുകൊണ്ട് വേഗം പിടിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചാണ്. ഇതാ നല്ലോണം കുതിർന്നുണ്ടോ സാധനം. ഇനി നല്ലോണം കുതിർന്നിട്ട് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഈ സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പൊരിക്കാൻ പോവാണ്. അപ്പം നമ്മൾ നേരെ പൊരിക്കുന്ന പരിപാടിയിലേക്ക്. ഇനി നമ്മൾ 2 നുണയന്മാരെ അടിച്ചിട്ട് ഇതാണ് നമ്മൾ മെയിൻ മസൂദ്. ഇത് ജിലാന് ക്യാമറയുടെ മുന്നിൽ വരാൻ പേടിയായിട്ട്. അപ്പോൾ ഇതാണ് ഇവന് അത് ഡെല്ലാം ഇട്ടോടാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാധനം സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി നമ്മൾ പൊരിക്കാൻ പോണേ. അപ്പം ഗൈസ് നമ്മൾ സാധനങ്ങൾ ഇതാ. ഫസ്റ്റ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ്. അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടാണ്. ഇനി നമ്മൾ ഉപ്പ് ഒരാവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇടുകയാണ്. ഉപ്പിട്ട് അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ ഇട്ടേ നമ്മൾ മുഹബത്ത് കാ സർബത്തിൽ ഇടാൻ നോക്കിയാൽ പഞ്ചസാര ആയി പോയിട്ടോ. സാരമില്ല. അപ്പോൾ നമ്മളൊന്നും കൂടി മഞ്ഞപ്പൊടി വരില്ല. മഞ്ഞപ്പൊടി ഇട്ടാണ്. ഇനി നമ്മൾ ഇതാ കുരുമുളക് പൊടി നമ്മളെ മെയിനായിട്ടാണ്. മെയിനല്ല, അത് രണ്ടാമത്തെ ഐറ്റാണ് കേട്ടോ കുരുമുളക് പൊടി. ഇനി നമ്മളിനി അടുത്തത് ഇതാ മുളക് പൊടിയാണ് ഇട്ടിടുന്നത്. മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ട് ഇനി നമ്മൾ ചിക്കൻ മസാല. ഇതാണ് നമ്മളെ സെറ്റ് സാധനം. നമ്മൾ കളറാക്കാൻ പോകണ ഈ സാധനമാണ്. അപ്പോൾ നമ്മളിതാ ചിക്കൻ മസാല നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ട് ഇനി പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇടണം കേട്ടോ, അല്ലെങ്കിലൊക്കെ ഒന്നായിട്ട് ഇട്ടായി പോകും. നിങ്ങൾക്ക് അറിയാലോ. ഇനി നല്ലോണം നമ്മൾ ഇതാക്കുക. അപ്പം നമ്മൾ നല്ലോണം കുഴക്കുക ഇട്ടത്. നല്ല നമ്മൾ സെറ്റായി കുഴച്ചൊന്ന് പിടിച്ചിട്ട് എന്നിട്ട് നമ്മൾ പൊരിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ പിടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. അതിന് ഗൈസ് സംഭവം ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ഗൈസ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് വെച്ചാൽ അപ്പം ഗൈസ് നമ്മൾ അത് പിടിക്കാനാണ് കേട്ടോ. നല്ല സെറ്റായി പിടിച്ചോളും. അത് പിടിക്കാനാണ് നമ്മൾ ചെയ്യണേ. അപ്പം ഗൈസ് ഞാൻ നല്ലൊരു പാൻ നമ്മളെടുത്തു കേട്ടോ. നമ്മൾ ഇതിലേക്കാണ് ഇനി നമ്മൾ ഇതാക്കാൻ പോണേ. അപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ച് ഇതാക്കണേ. പാന് നമ്മൾ ചൂടാക്കി ഇനി നമ്മൾ ഇതിലേക്ക് സോയാബീൻ ഇട്ടെടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ വെച്ച് സോയാബീൻ ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ സോയാബീൻ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചൂടായിക്കണേ. നമ്മൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കണേ. ഇതിലെല്ലാം കട്ട അടിച്ചു കേട്ടോ. അപ്പോൾ ഓയിലും ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ടെടുക്കണേ. തെറുക്കി നോക്കണ്ടേ. നമ്മൾ സോയാബീൻ നല്ലോണം ഇട്ടെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നല്ല ഇറക്കി കൊടുക്കട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നമുളകിൻ്റെ പൊടിയില്ലേ, എന്താണ് റെഡ് ചില്ലി ഫ്ലേക്സും അതിലേക്ക് മറ്റേ ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലിട്ട് അതിനോട് ഞാൻ ഇട്ടില്ലേ. ഇപ്പോൾ തന്നെ നല്ല മണം വരാൻ തുടങ്ങി. ഇപ്പം ഗൈസ് ഇതാക്കണം നല്ലോണം ആയി വരുന്നുണ്ട്. നല്ല മണമുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ മൂത്ത മാമന്റെ മോൻ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ. എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യുക. നല്ല കൊരൊക്കെ അപ്പൊ നമ്മൾ അടുക്കളയിൽ ചെറിയൊരു തേനീച്ചന്റെ കൂടുണ്ട് കേട്ടോ. തേനീച്ചന്റെ കടന്നലാണോ അറിയില്ല, എന്തിനോ ഒരു കൂടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നവര് കമന്റ് ചെയ്യാ. ഇനി ചെറിയ തേനീച്ച അല്ല തോന്നുന്നു, തേനീച്ചാണ് തോന്നുന്നു. നിങ്ങൾ അറിയണോന്ന് ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ സീനെ കളർ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നേരത്തെ ഒരു ഗോൾഡാണ്. ഇപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഗോൾഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കരിയും പിടിച്ച് വരുന്നുണ്ട്.
അപ്പോൾ ഇത് നല്ല കളർ പിഞ്ഞും മാറിയൊരു ബ്രൗണ് എത്താനായിരിക്കും കേട്ടോ. ഇതിൻ്റെ നല്ല അടിപൊളിഞ്ഞും മറ്റേ റെസിപ്പിയോ പിന്നെ അല്ലാതെ നമ്മളെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കുവാണേ. ഒന്നും നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക. നമ്മളെല്ലാവരും ഉണ്ടാക്കി വെക്കാം.